ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കറിയാച്ചൻ വന്നിട്ടുണ്ടല്ലോ, പ്രേംപ്രകാശിനോടും കൂടെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ജോസ് പ്രകാശേട്ടൻ്റെ സഹോദരനാണ്, സിനിമാ നടനാണ്, നിർമ്മാതാവാണ്, സീരിയൽ നിർമ്മാതാവാണ്. സീരിയലിലൂടെ നിങ്ങൾക്കെല്ലാം ചിരപരിചിതനാണ് ശ്രീ പ്രേംപ്രകാശ്. കറിയാച്ചൻ എന്ന് ഞങ്ങളെല്ലാം സ്നേഹത്തോടു കൂടി വിളിക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. ഞാൻ സ്നേഹപൂർവ്വം ശ്രീ കറിയാച്ചനെ വേദിയിലേക്ക് നല്ല ഗായകനാണ്. അത് സസ്പെൻസിൽ വെച്ചതാ. ബേബിച്ചാൻ എങ്ങനെയാണ് ജോസ് പ്രകാശും കറിയാച്ചൻ എങ്ങനെയാണ് ഈ പ്രേംപ്രകാശും ആയത്? ബേബിച്ചാന് ഈ പേര് കൊടുത്ത് തിക്കുറിശി ചേട്ടനാണല്ലോ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ കോളേജിലും സ്കൂളിലും ഒക്കെ വെച്ച് പാടുമായിരുന്നു. പാട്ടിനോടായിരുന്നു ഞങ്ങൾക്ക് കുടുംബമായിട്ട് എല്ലാ അംഗങ്ങൾക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ YMCA കോട്ടയം YMCA ഒരു ഓൾ കേരള മ്യൂസിക് കോമ്പറ്റീഷൻ നടന്ന പതിവുണ്ട്. 3 കൊല്ലം അടുപ്പിച്ച് ബെസ്റ്റ് സിംഗറായിരുന്നു. അപ്പോൾ ഈ കറിയാച്ചൻ എന്നുള്ള പേരൊരു പോരാഴിക സിംഗർക്ക് എനിക്കല്ല. അന്ന് നമ്മുടെ ഈ അന്തരിച്ചു പോയ മിസ്സസ് കെ മാത്യു, മലയാള മനോരമ കെ മാത്യുവിൻ്റെ വൈഫ്, അവരൊരു മൈക്കിൾ വയലിനിസ്റ്റ്, ഇവർ രണ്ടുപേരുമാണ് ജഡ്ജസ്. പിന്നെ എന്നെ വലിയ താല്പര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ജോസ് പ്രകാശ് എന്ന പേരുള്ളപ്പം അനിയനൊരു ഇച്ചിരി ഒരു ഗമയുള്ള പേരിരിക്കട്ടെ. അപ്പോൾ അന്ന് പ്രേം നസീർ കത്തി നിൽക്കുന്നു. അപ്പോൾ പ്രേം നസീറിൻ്റെ പ്രേമും ചേട്ടൻ്റെ പ്രകാശും കൂടെ ചേർത്ത് എനിക്ക് തന്ന പേരാണ്. ശരിക്ക് ബേബിച്ചാനും ജോസ് പ്രകാശിനെ കുറിച്ച് എൻ്റെ പേര് KJ ജോസഫ് എന്നാണ് സ്കൂളിലെ പേര്. വീട്ടിൽ ബേബി എന്ന് വിളിക്കും. അപ്പോൾ തിക്കുറിശ്ശേരന് ഈ ഗ്രാം ഫുഡ് കാർഡിന് അതിൻ്റെ റോയൽറ്റി അത് എഗ്രിമെൻ്റായപ്പം എന്നാൽ നിൻ്റെ പേരെഴുതണ്ടേ അതിൽ, അത് എന്തായിരുന്നു ഈ KJ ജോസഫ് എഴുതിയാൽ മതിയോ? നമ്മൾ ചേട്ടാ അതല്ലേ പേര്, ബേബി മുമ്പ് സിനിമയ്ക്കൊന്ന് ഇപ്പം ഒരു സിനിമാറ്റിക് ഇത് വേണ്ട പേര് വേണം. ഇപ്പോൾ ഒരുപക്ഷെ സിദ്ദിഖ് അന്ന് വന്നിട്ട് ചിലപ്പോൾ സിദ്ദിഖ് എന്നുള്ള പേരിട് വന്നുകൂടായിരുന്നു. ചിലപ്പോൾ സിദ്ദിഖ് കുമാർ എന്നൊക്കെ ഇട്ടുകളെ. ദിലീപ് കുമാറിൻ്റെ പേര് യൂസഫ് എന്നല്ലേ? യൂസഫ് ഖാൻ എന്നല്ലേ? ബഹദൂർ കുഞ്ഞാലിയല്ലേ മാറിയില്ലേ? വഹാബ് നവാസായി. ശരി, അന്നൊരു സിനിമയ്ക്ക് അങ്ങനെ പേര് വേണം. അങ്ങനെ പറഞ്ഞ് ഇതൊന്നും ഇല്ല, ശരിയാണ്. ഞാൻ ചേട്ടനൊരു പേര് പറ, ജോസ് പ്രകാശ് ഇട്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ തിരക്കില്ല, കൊള്ളാമല്ലോ, നന്നായിട്ടോ. അങ്ങനെ ഗ്രാമഫോൺ കേട്ടോ, അതാണ് ആദ്യം പേര്. അങ്ങനെയാണ് ജോസ് പ്രകാശ് ആയത്. 8 സഹോദരങ്ങളാണ്. ഏറ്റവും മൂത്ത ആളും ഏറ്റവും ഇളയ ആളും അറിയപ്പെടുന്ന കലാകാരന്മാരായി. ഇതിന്റെ ഇടയ്ക്കുള്ളവർ എന്താണ്? എല്ലാവർക്കും പാട്ടിനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു. ഇടയ്ക്ക് വേറൊരു സഹോദരൻ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു, തോമസ്. അവൻ്റെ പേര് ടോം പ്രകാശ് എന്നായിരുന്നു. ശരി. അവന് പിന്നെ സിലോൺ റെഡി എന്നൊക്കെ പാടിയിട്ടുണ്ട്. ശരി, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ വിളി. ബിഷപ്പിന്റെ വിളി അഭിനയിച്ചിട്ടുണ്ട്. അത് രമണനില്ലേ, രമണൻ ഡാൻസ് ഡ്രാമ, അതിൽ മദനനായിട്ട് അവൻ അഭിനയിച്ചു. ആ മദനൻ്റെ വോയിസ് ഞാനാണ് പാടിയത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് കൊണ്ട് തരാനായിട്ട് കോട്ടയത്ത് നിന്ന് അവിടെ വന്നു. അപ്പോൾ കോഴിസാർ അവനെ കണ്ടു. അപ്പോൾ അഭയതനെ ഈ ചെറുക്കൻ എന്താണെന്ന് ചോദിച്ചു. അത് നമ്മുടെ ബേബിയുടെ അനിയനാണ്, അവൻ കൊണ്ടാവില്ല, അവനെ കൊണ്ട് അഭിനയിപ്പിച്ചാലോ എന്നും പറഞ്ഞ് വേഷം അവൻ അഭിനയിച്ചു. ശരി, അതെ അതെ. അങ്ങനെ മരിച്ചുപോയി കേട്ടോ, ഇപ്പോൾ ഇല്ല, ക്യാൻസർ ആയിരുന്നു, മരിച്ചുപോയി. മറ്റുള്ള ബ്രദേഴ്സ് ഒന്നും പിന്നെ അങ്ങനെ ഒരു കലാരംഗത്തേക്ക് വന്നില്ല. നേരെ അനിയനും വലിയ ഫുട്ബോളറായിരുന്നു, വലിയ കളിക്കാരൻ, അവനതിലായിരുന്നു താല്പര്യം. പിന്നെ പെണ്ണുങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടായില്ല. അവർക്ക് പ്രായമായപ്പോൾ കല്യാണം മാരേജ് കഴിഞ്ഞ് ഒക്കെ കൊണ്ടും പോയി. ബേബിച്ചാനോട് പാട്ട് പാടുന്ന കാര്യം ഞാൻ നിർബന്ധിച്ചില്ല. ഇതിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വേദിയും അല്ല, ഒരു പാട്ട് പാടുന്നില്ല, പിന്നെ പാട്ട് പാടാനുള്ള വിഷമമുണ്ട്. പക്ഷേ കറിയാച്ചനെ വിടില്ല ഞാൻ പാട്ട് പാടാതെ. പണ്ടൊക്കെ പാടുമെന്നല്ല, ഇപ്പം അങ്ങനെ ഒരു. എന്നാലും പഴയ ഹിന്ദി പാട്ടുകൾ ഞാൻ കാണുന്നതല്ലേ പ്രോഗ്രാമുകളിലൊക്കെ ഇരുന്ന് പാടുന്നത്. വേണ്ട, YMCA മത്സരത്തിൽ പാടിയ പ്രൈസ് കിട്ടിയ ആ പാട്ട് പാടിയാൽ മതി. ഹിന്ദി പാടിയത് ഞാൻ മുഹമ്മദ് റഫിയുടെ ഒരു വലിയ ആരാധന. ബർസാത്ത് കി രാത്ത് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിലൊരു പാട്ടിൻ്റെ ഒരു ശർമ്മ. ജിന്ദഗി ഭർ നഹീ ഫൂലേഗി വോ ബർസാത്ത് കി രാത് एक अनजान हसीना से मुलाकात की रात जिंदगी
आए वो रेशमी जुल्फों से बरसता पानी, भूल से गालों पे रुकने को तरसता पानी, दिल में तूफान उठाते हुए, दिल में तूफान उठाते हुए जज्बात की रात जिंदगी भर नहीं भूलेगी वो बरसात की रात जिंदगी भर नहीं भूलेगी. ഇതൊക്കെ പണ്ട് പാടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും എവിടെയെങ്കിലും പാടണം ഈ പഴയ പാടലോട് ഇഷ്ടമാണ്.